കോഴിക്കോട് എൻസിസി കേഡറ്റ് ധനുഷ് കൃഷ്ണ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത. മരണം സംബന്ധിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങളാണ് എൻസിസി അധികൃതർ നൽകുന്നതെന്നും ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും എൻസിസി ഡെപ്യൂട്ടി കമാൻഡന്റ് നന്ദകുമാർ വ്യക്തമാക്കി. അതേസമയം കേഡറ്റിന്റെ തോക്കിൽ നിന്ന് വളരെ അടുത്തു നിന്നുള്ള വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. പരിശീലനത്തിനിടെ വെടിയേറ്റാണ് ധനുഷ് കൃഷ്ണ മരിച്ചതെന്നാണ് എൻസിസി അധികൃതർ ആദ്യം അറിയിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ ധനുഷ് സ്വയം വെടിവെച്ചതാണെന്നാണ് പിന്നീട് അധികൃതർ വിശദീകരിച്ചത്. ധനുഷിന്റെ മരണം സംബന്ധിച്ച് സംശയമുണ്ടെന്നും മരിച്ചത് എങ്ങനെയാണെന്നറിയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സംഭവമാണെങ്കിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം പറയാൻ കഴിയും. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ അവിടെ എന്തോ ഈ കാര്യങ്ങൾ, ഈ ആയുധങ്ങളും ഈ പെല്ലറ്റും ഒക്കെ സൂക്ഷിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലൊക്കെ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സംഭവം എങ്ങനെ ഉണ്ടായെന്നുള്ള അറിയാനുള്ള വലിയൊരു അവകാശം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കേഡറ്റ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായും ഇക്കാര്യം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും എൻസിസി ഡെപ്യൂട്ടി കമാൻഡന്റ് കേണൽ എസ് നന്ദകുമാർ വ്യക്തമാക്കി. We will take action, but let the inquiry find out how എങ്ങനെയാണ് ആ കുട്ടിയുടെ റൗണ്ട് വന്നത്. Wait for some time. Let the inquiry. സംഭവത്തിൽ എൻസിസി കോർട്ട് ഓഫ് എൻക്വയറിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ബ്രിഗേഡിയർ രജനീഷ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തും. അതേസമയം ധനുഷ് ഉപയോഗിച്ച തോക്കിൽ നിന്നുള്ള വെടിയേറ്റാണ് അപകടമുണ്ടായതെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. ധനുഷ് ഇരിക്കുന്ന അവസ്ഥയിൽ വളരെ അടുത്തുനിന്നാണ് വെടിയേറ്റത്. ഇടതുനെഞ്ചിൽ വെടിയുണ്ട തുളച്ചുകയറിയത് മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ജോസി ചെറിയാന്റെ നേതൃത്വത്തിൽ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. റിപ്പോർട്ടർ, കോഴിക്കോട്.